Yes, we got 2 boxes from Bolt, and this is up to, we can see that. Yes, one is Bolt Bass Box Q5 and another one is Bolt Bass Box Q10. അങ്ങനെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. Q10 എന്ന് പറയുന്ന ഒരു ബിഗർ വെർഷനും Q5 എന്ന് പറയുന്നത് കുറച്ച് താഴെയുള്ള വെർഷനും ആയിരിക്കും എന്ന് മനസ്സിലാവില്ലേ? നമുക്കതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ ഏതെടുക്കണമെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം. Then we can unbox. Yeah. Unbox. Yeah. എപ്പോഴത്തും പറഞ്ഞ പോലെ ഓൾറെഡി അൺബോക്സ് ചെയ്താണ്. എന്നാലും തുറന്ന് കാണിക്കണം എന്നുള്ളതൊരു കീഴ്വഴക്കം ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം തുറന്ന് കാണിക്കുന്നത്. Q10 നമുക്ക് Type C, that means Q10 is Type C കണക്ടിവിറ്റി ഉണ്ട്. Then also get aux cable and warranty card and manual instructions കിട്ടുന്നുണ്ട്. സോ നമ്മളതെല്ലാം മാറ്റി വെക്കുന്നു. Oh my god. Then this is Q10. നമുക്ക് മനസ്സിലാക്കാം Type C കണക്ടിവിറ്റി ഉണ്ട്, വാറണ്ടി കാർഡ്. ദിസ് എലിക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ഈ സാധനമാണ് Q5. നമുക്കിതിൻ്റെ ഓരോ പ്രത്യേകതകളും അഴിച്ച് പറക്കി നോക്കാം. ദാറ്റ് Q5 എന്ന് പറയുന്നത് 5 വോൾട്ട് സ്പീക്കറാണ് ആൻഡ് Q10 എന്ന് പറയുന്നത് 10 വോൾട്ട് സ്പീക്കറാണ്. ആൻഡ് വി ക്യാൻ ചെക്ക് ദ ക്വാളിറ്റി ഓഫ് ദീസ് സ്പീക്കേഴ്സ്. ഇതാണ് Q5 വരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. സൗണ്ടൊക്കെ എത്ര പീക്ക് ചെയ്താലും സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഇത്ര വോൾട്സിലൊക്കെ വരുന്ന സ്പീക്കേഴ്സ് നമുക്കറിയാം മാക്സിമം വോളിയത്തിലേക്ക് വെക്കുമ്പോഴത്തേക്ക് പൊട്ടി നമുക്കൊരു കരകരപ്പ് ഫീൽ ചെയ്യും. ബട്ട് നമുക്കിവിടെ അത് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ സെയിം സിനാരിയോ ആണ് നമുക്ക് Q10 വരുന്നതും. ഒരു 10 വോൾട്ടിൻ്റെ സ്പീക്കേഴ്സ് ആണെങ്കിലും ഹൈ വോളിയത്തിലേക്ക് പിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കരകരപ്പോ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്ന സ്പീക്കേഴ്സിൻ്റെ അല്ല. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ചിട്ട് ബെസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. Q5 നിന്നും Q10 നോക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ ഫീച്ചറാണ് ഓക്സ് കണക്ടിവിറ്റി. നമ്മുടെ Q5 ഓക്സ് കണക്ടിവിറ്റി ഇല്ല, പക്ഷേ Q10 നോക്കുന്ന ഓക്സ് കണക്ടിവിറ്റി ഉണ്ട്. ഓക്സ് കണക്ടിവിറ്റി മാത്രമല്ല, Type C കണക്ടിവിറ്റി, USB കണക്ടിവിറ്റി, മൈക്രോ SD കാർഡ് കണക്ടിവിറ്റി ആൻഡ് ഓൾസോ FM കണക്ടിവിറ്റി ഉണ്ട്. ഇത്രയാണ് Q10 ഉള്ളത്. ആൻഡ് Q5 നോക്കുകയാണെങ്കിൽ USB കണക്ടിവിറ്റി, മൈക്രോ SD കാർഡ് കണക്ടിവിറ്റി, Type C കണക്ടിവിറ്റി, പിന്നെ FM കണക്ടിവിറ്റി. ഇത്രയാണ് Q5 നോക്കുമ്പോഴുള്ളത്. ആൻഡ് അഡീഷണൽ ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി Q10 വരുന്നത്. അത് ഓക്സ് കണക്ടിവിറ്റിയാണ്. ഇത് നിങ്ങളുടെ സിസ്റ്റത്തിലോ സ്പീക്കേഴ്സിലോ എല്ലാം കണക്ട് ചെയ്തിട്ട് സീംലെസ്ലി കേൾക്കാൻ ഉപയോഗിക്കും. കുറച്ച് നേരം പാട്ട് ഒക്കെ ഇട്ട് നോക്കി, കുറച്ച് എഡിറ്റിംഗ് ചെയ്ത് നോക്കി. ആക്ച്വലി മോശമല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടിൽ ഏകദേശം പവർഫുൾ ബാസ് ബൂസ്റ്റർ സൗണ്ടാണ് രണ്ടിൽ പുറത്ത് വരുന്നത്. രണ്ടിലും ബ്ലൂടൂത്ത് 5.4 ആണ് കണക്ടിവിറ്റി ഉപയോഗിച്ചിരിക്കുന്നത്. സോ വളരെ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നുണ്ട്. സോ അങ്ങനെ അധികം ഡിലേ കാണാൻ സാധിക്കുന്നില്ല. ബ്ലൂടൂത്ത് 5.4 ആയതുകൊണ്ടാണ് ഇത്രയും സീംലെസ് ആയിട്ട് നമുക്ക് കണക്ടിവിറ്റി ഇഷ്യൂ ഒന്നും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. ദെൻ Q5 നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രസ്സി ക്ലിക്കി ബട്ടൺസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബട്ട് Q10 വന്നെങ്കിൽ ഒരു ലെതറി ടച്ചാണ് Q10 വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു പുഷ് കൊടുക്കണം എന്തെങ്കിലും ക്ലിക്ക് ആവണമെങ്കിൽ. Q5 നോക്കിയേ എലിക്കുഞ്ഞിനെയൊക്കെ പോലെ. ആൻഡ് രണ്ടിൻ്റെ ഡിസൈനിലേക്ക് നോക്കുമ്പോഴാണ് ഇറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ്. ആര് കണ്ടാലും ഈ പ്രൈസിന് ഇത് കിട്ടുമെന്ന് ഈ ഒരു ലുക്ക് വെച്ചിട്ട് ആരും പറയില്ല. ആക്ച്വലി സീരിയസ്ലി മാൻ, ഇതിൻ്റെ ലുക്കൊക്കെ എനിക്ക് തോന്നുന്നു വോൾട്ടിൻ്റെ ആ ഒരു ഡിസൈനിങ് ടീം ഉണ്ടല്ലോ, ഇറ്റ്സ് റിയലി അമേസിങ്. അവർ ഏത് പ്രൊഡക്ട്സ് ഇറക്കി, ഈവൻ ഇയർബഡ്സ് ഇറക്കിയാലും ഏത് സാധനം ഇറക്കിയാലും ലുക്കിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഇറ്റ്സ് റിയലി നൈസ് ബ്രോ. അതേപോലെ തന്നെ Q5 Q10 18 ഹവേഴ്സിൻ്റെ പ്ലേ ബാക്ക് ടൈമാണ് കിട്ടുന്നത് ബ്രോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 18 ഹവേഴ്സിൻ്റെ പ്ലേ ബാക്ക് ടൈം. ആക്ച്വലി ബാറ്ററി ലൈഫ് മെഷർ ചെയ്തില്ലെങ്കിലും നോർമലി ഈ പ്രൈസിൽ നിന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബാറ്ററി ലൈഫ് ഉണ്ടല്ലോ, അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമുക്ക് ഇതിൽ കിട്ടുന്ന ബാറ്ററി ലൈഫ്. ആക്ച്വലി റിയലി ഗുഡ്. ആൻഡ് Q5 നമുക്ക് കൈ പിടിക്കുമ്പോണ്ടല്ലോ വെയിറ്റ് ഇല്ല, ലെസ് വെയിറ്റ്. കമ്പാരിറ്റീവ്ലി Q10 അപേക്ഷിച്ച് വെയിറ്റ് കുറവാണ്. Q5 എന്ന് പറയുന്നത് തീരെ വെയിറ്റ് ഇല്ല. ആണ്ട് പുഷ്പം പോലും കണ്ടടക്കം പോക്കറ്റിൽ കയറുന്നു തോന്നുന്നതൊക്കെ. Q10 വരുന്നത് ഡുവൽ റേഡിയേറ്റർ പ്ലസ് സിംഗിൾ ഡ്രൈവറാണ് നമ്മുടെ Q10 വരുന്നത്. അതേപോലെ നമ്മുടെ Q10 എന്ന് പറയുന്നത് IPX7 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഔട്ട്ഡോർ ആൻഡ് പൂൾ സൈഡിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ ഓക്കെ ആണെന്നാണ് ബോൾട്ട് പറഞ്ഞിട്ടുള്ളത്. എടുത്ത് പറയേണ്ട മേജർ ഹൈലൈറ്റ് ഇതൊക്കെയാണ്. ആൻഡ് Q5 നോക്കുമ്പോഴത്തേക്ക് ലോഞ്ചിങ് പ്രൈസ് ആയിട്ട് അവർ 799 ആൻഡ് Q10 നോക്കുവാണെങ്കിൽ 1199 ആണ്
ലോഞ്ചിങ് പ്രൈസ് ആയിട്ട് അവർ ഇറക്കുന്നത്. ആക്ച്വലി ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾ നല്ലൊരു സ്പീക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് നിങ്ങൾക്ക് വേറെ വീഡിയോസൊക്കെ റെഫർ ചെയ്യാം, അതുകൊണ്ട് നോക്കിയിട്ട് വാങ്ങാം. സോ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും കാണും. ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. സോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ആൻഡ് ഷെയർ എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബ്രോ സൈനിങ് ഔട്ട്.